ദീർഘകാലത്തേക്ക് വലിയ ക്യാപ് സ്റ്റോക്കുകളിൽ നിക്ഷേപിക്കുന്നത് അവയുടെ സ്ഥിരമായ വളർച്ച, ഡിവിഡൻഡ് പേയ്മെന്റുകൾ എന്നിവ കാരണം ഒരു ജനപ്രിയ തന്ത്രമാണ്. ചെറിയ കമ്പനികളുടെ വളർച്ചാ സാധ്യതകൾ അവ നൽകില്ലെങ്കിലും ലാർജ് ക്യാപ് സ്റ്റോക്കുകൾക്ക് കുറഞ്ഞ അപകടസാധ്യതയുള്ള വിശ്വസനീയമായ വരുമാനം നൽകാൻ കഴിയും. $10 ബില്യൺ അതിലധികമോ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള കമ്പനികളെയാണ് ലാർജ് ക്യാപ് സ്റ്റോക്കുകൾ സൂചിപ്പിക്കുന്നത്. സാധാരണയായി സ്ഥിരമായ സാമ്പത്തിക പ്രകടനവും ശക്തമായ വിപണി സാന്നിധ്യവുമുള്ള വ്യവസായ പ്രമുഖർ. ഈ കമ്പനികൾ അവരുടെ സ്ഥിരതയ്ക്ക് പേരുകേട്ടതാണ്. ചെറിയ സ്ഥാപനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവയെ അസ്ഥിരമാക്കുന്നു. അവർ പലപ്പോഴും ലാഭവിഹിതം നൽകുകയും നിക്ഷേപകർക്ക് സ്ഥിരമായ ഒരു വരുമാന സ്ട്രീം നൽകുകയും ചെയ്യുന്നു. ഇത് വീണ്ടും നിക്ഷേപിക്കുമ്പോൾ കാലക്രമേണ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും. മികച്ച നേട്ടം കൈവരിക്കാവുന്ന ലാർജ് ക്യാപ് സ്റ്റോക്കുകളുടെ വിശദാംശം നോക്കാം. ശ്രീറാം ട്രാൻസ്പോർട്ട് ഫിനാൻസ് കമ്പനി ലിമിറ്റഡ്. ശ്രീറാം ട്രാൻസ്പോർട്ട് ഫിനാൻസ് കമ്പനി ലിമിറ്റഡ് ധനകാര്യ ബിസിനസ്സിൽ ഗണ്യമായ സാന്നിധ്യമുള്ള ശ്രീറാം ഗ്രൂപ്പ് കൂട്ടായ്മയുടെ ഭാഗമാണ്. STFC വാണിജ്യ വാഹന ധനസഹായത്തിന്റെ ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നു. പ്രധാനമായും മുൻകൈയെടുത്തത് മുതൽ പുതിയവ വരെയുള്ള ട്രക്കുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. 1758 ശാഖകളും 831 ഗ്രാമീണ കേന്ദ്രങ്ങളും 500 സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളുമായുള്ള പങ്കാളിത്തവും അടങ്ങുന്ന ഒരു നിക്ഷേപം എടുക്കുന്ന NBFC ആണിത്. ടെക്നിക്കൽ പെർഫോമൻസ്. ഷെയർ ഹോൾഡിംഗ്. പ്രൊമോട്ടർ 25.41%, FII 54.28%, DII 15.24%, പബ്ലിക് 5.07%. ഇമ്പോർട്ടന്റ് റേഷ്യോസ്. നെറ്റ് പ്രോഫിറ്റ് 7391, ഏണിംഗ് പെർ ഷെയർ 196.32, റേഷ്യോസ് 15.04. ടെക്നിക്കൽ ലെവൽസ്. ഓൾ ടൈം ഹൈ 3652, 52 വീക്സ് ഹൈ 3652, ലാസ്റ്റ് വീക്ക് ഹൈ 3482. ശ്രീറാം ഫിനാൻസ് ലിമിറ്റഡ് ഇന്ത്യയിലെ ഏറ്റവും വലുതും വൈവിധ്യപൂർണവുമായ നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനികളിലൊന്നാണ്. SFന്റെ പ്രാഥമിക ബിസിനസ് വാഹന ധനകാര്യം, ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് വ്യക്തിഗത വായ്പകൾ എന്നിവയാണ്. അതിന്റെ വൈവിധ്യമാർന്ന വായ്പാ പോർട്ട്ഫോളിയോ അപകടസാധ്യത കുറയ്ക്കുന്നു. ഇത് വാഹന ധനസഹായത്തിന് പേരുകേട്ടതാണ്. എന്നാൽ ഇത് സ്ഥിരമായ വളർച്ച പ്രദാനം ചെയ്യുന്ന വ്യക്തിഗത വായ്പകളും SME ഫിനാൻസും ഉൾപ്പെടെയുള്ള മറ്റ് സെഗ്മെന്റുകളിലേക്കും വ്യാപിച്ചു. ശ്രീറാം ഫിനാൻസ് ലിമിറ്റഡ് ശക്തമായ ഒരു ദീർഘകാല നിക്ഷേപ അവസരത്തെ പ്രതിനിധീകരിക്കുന്നു. സ്ഥിരമായ വരുമാന വളർച്ച, ന്യായമായ NPAകൾ, ഡിവിഡൻഡ് പേഔട്ടുകൾ എന്നിവയിലൂടെ കമ്പനി സ്ഥിരമായ സാമ്പത്തിക പ്രകടനം കാഴ്ചവച്ചു. ദീർഘകാല നിക്ഷേപകർക്ക് ശ്രീറാം ഫിനാൻസ് സ്ഥിരമായ വളർച്ചയ്ക്കും വരുമാനം സൃഷ്ടിക്കുന്നതിനുമുള്ള സാധ്യതകൾ വാഗ്ദാനം ചെയ്യുന്നു. ജൂൺ 2024 അവസാനിച്ച പാദത്തിൽ കമ്പനിയുടെ ഏകീകൃത വിൽപ്പന 9609 കോടി രൂപയായി റിപ്പോർട്ട് ചെയ്തു. മുൻ പാദത്തിലെ 9918 കോടി രൂപയിൽ നിന്നും 3% ഇടിവും മുൻ വർഷം ഇതേ പാദത്തെ അപേക്ഷിച്ച് 15% ഇടിവും. കഴിഞ്ഞ പാദത്തിൽ കമ്പനിയുടെ അറ്റാദായം 2022 കോടി രൂപയാണ്. പ്രഡിക്ഷൻ. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. HDFC ലൈഫ് ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ്. HDFC ലൈഫ് ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് വ്യക്തിഗത, ഗ്രൂപ്പ് ഇൻഷുറൻസ് സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ദീർഘകാല ലൈഫ് ഇൻഷുറൻസ് ദാതാവാണ്. 2000 ആഗസ്റ്റിനാണ് കമ്പനി സ്ഥാപിതമായത്. ഇന്ത്യയിലെ പ്രമുഖ ഭവന ധനകാര്യ സ്ഥാപനങ്ങളിലൊന്നായ ഹൌസിംഗ് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെയും ആഗോള നിക്ഷേപ കമ്പനിയായ എബിഡിന്റെയും സംയുക്ത സംരംഭമാണ് കമ്പനി. ടെക്നിക്കൽ പെർഫോമൻസ്. ഷെയർ ഹോൾഡിംഗ്. പ്രൊമോട്ടർ 50.37%, FII 26.63%, DII 11.24%, പബ്ലിക് 11.74%. ഇമ്പോർട്ടന്റ് റേഷ്യോസ്. നെറ്റ് പ്രോഫിറ്റ് 1574, ഏണിംഗ് പെർ ഷെയർ 7.32, റേഷ്യോസ് 10.73. ടെക്നിക്കൽ ലെവൽസ്. ഓൾ ടൈം ഹൈ 775,
52 വീക്സ് ഹൈ 761. ലാസ്റ്റ് വീക്ക് ഹൈ 726. HDFC ലൈഫ് ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് ഇന്ത്യയിലെ മുൻനിര ലൈഫ് ഇൻഷുറൻസ് ദാതാക്കളിൽ ഒന്നാണ്. പരിരക്ഷ, പെൻഷൻ, സേവിംഗ്സ്, നിക്ഷേപം, അൻവിറ്റി പ്ലാനുകൾ എന്നിവയുൾപ്പെടെയുള്ള വ്യക്തിഗത, ഗ്രൂപ്പ് ഇൻഷുറൻസ് സൊല്യൂഷനുകൾ ഇത് വാഗ്ദാനം ചെയ്യുന്നു. ഇന്ത്യൻ ലൈഫ് ഇൻഷുറൻസ് മേഖല ഗണ്യമായ വളർച്ചയുടെ കുതിപ്പിലാണ്. HDFC ലൈഫ് ഇൻഷുറൻസ് ഇന്ത്യയുടെ വളരുന്ന ലൈഫ് ഇൻഷുറൻസ് വിപണിയിലേക്ക് എക്സ്പോഷർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ദീർഘകാല നിക്ഷേപകർക്ക് ആകർഷകമായ ഓപ്ഷനാണ്. കമ്പനിയുടെ ശക്തമായ ബ്രാൻഡ്, വൈവിധ്യമാർന്ന ഉൽപ്പന്ന പോർട്ട്ഫോളിയോ, വിപുലീകരിക്കുന്ന വിതരണ ചാനലുകൾ, ഉയർന്ന മാർജിൻ സംരക്ഷണ ഉൽപ്പന്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൽ എന്നിവ സുസ്ഥിരമായ വളർച്ചയ്ക്ക് ശക്തമായ അടിത്തറ നൽകുന്നു. അതിന്റെ സ്ഥിരമായ വരുമാന വളർച്ച, സ്ഥിരമായ ലാഭക്ഷമത, വിവേകപൂർണമായ റിസ്ക് മാനേജ്മെന്റ് എന്നിവ ധനകാര്യ സേവന മേഖലയിൽ താരതമ്യേന സുരക്ഷിതമായ നിക്ഷേപമാക്കി മാറ്റുന്നു. പ്രഡിക്ഷൻ. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ICICI ബാങ്ക് ലിമിറ്റഡ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ധനകാര്യ സ്ഥാപനങ്ങളിൽ ഒന്നാണ് ICICI ബാങ്ക് ലിമിറ്റഡ്. റീറ്റെയിൽ ബാങ്കിംഗ്, കോർപ്പറേറ്റ് ബാങ്കിംഗ്, ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിംഗ്, ഇൻഷുറൻസ് എന്നിവയുൾപ്പെടെ വിപുലമായ സാമ്പത്തിക സേവനങ്ങൾക്ക് പേരുകേട്ട ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖലാ ബാങ്കുകളിൽ ഒന്നാണ് ICICI ബാങ്ക് ലിമിറ്റഡ്. 1994 സ്ഥാപിതമായ ICICI ബാങ്ക് ഇന്ത്യയുടെ ബാങ്കിംഗ് മേഖലയിലെ ഒരു പ്രധാന പ്ലെയർ എന്ന നിലയിൽ സ്വയം സ്ഥാനം പിടിച്ചുകൊണ്ട് ഗണ്യമായി വളർന്നു. സാങ്കേതികവിദ്യയിലും നവീകരണത്തിലും ശക്തമായ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യക്തിഗത, കോർപ്പറേറ്റ് ക്ലയന്റുകൾക്ക് സമഗ്രമായ സാമ്പത്തിക പരിഹാരങ്ങൾ നൽകാൻ ICICI ബാങ്ക് ലക്ഷ്യമിടുന്നു. ടെക്നിക്കൽ പെർഫോമൻസ്. ഷെയർ ഹോൾഡിംഗ്. FII 45.48%, DII 44.97%, പബ്ലിക് 9.55%. ഇമ്പോർട്ടന്റ് റേഷ്യോസ്. നെറ്റ് പ്രോഫിറ്റ് 45,027, ഏണിംഗ് പെർ ഷെയർ 63.19, റേഷ്യോസ് 17.49. ടെക്നിക്കൽ ലെവൽസ്. ഓൾ ടൈം ഹൈ 1362, 52 വീക്സ് ഹൈ 1362, ലാസ്റ്റ് വീക്ക് ഹൈ 1265. പ്രഡിക്ഷൻ. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ICICI ബാങ്ക് ലിമിറ്റഡ് ഇന്ത്യയിലെ പ്രമുഖ സ്വകാര്യ മേഖലാ ബാങ്കുകളിൽ ഒന്നാണ്. 6 ട്രില്യൺ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള ഒരു ലാർജ് ക്യാപ് സ്റ്റോക്ക് എന്ന നിലയിൽ ICICI ബാങ്ക് ഇന്ത്യയിലെ മുൻനിര സ്വകാര്യ മേഖലാ ബാങ്കുകളിൽ ഒന്നായി സ്വയം സ്ഥാപിച്ചു. വൈവിധ്യമാർന്ന ഉൽപ്പന്ന ഓഫറുകളും വളരുന്ന റീറ്റെയിൽ ബാങ്കിംഗ് വിഭാഗവും മൂലം ശക്തമായ വരുമാന വളർച്ച ബാങ്ക് സ്ഥിരമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അറ്റ പലിശ വരുമാനം വിപുലപ്പെടുത്തുന്നതിലും ലാഭക്ഷമത മെട്രിക്സ് മെച്ചപ്പെടുത്തുന്നതിലും ഈ പ്രതിരോധം പ്രകടമാണ്. ദീർഘകാല നിക്ഷേപകർക്ക് ICICI ബാങ്ക് ലിമിറ്റഡ് ശക്തമായ നിക്ഷേപ അവസരത്തെ പ്രതിനിധീകരിക്കുന്നു. സാമ്പത്തിക സ്ഥിരത, വളർച്ചാ സാധ്യതകൾ, നവീകരണത്തോടുള്ള പ്രതിബദ്ധത എന്നിവയുടെ സംയോജനം വൈവിധ്യമാർന്ന പോർട്ട്ഫോളിയോയ്ക്കുള്ളിൽ ഇതിനെ ശ്രദ്ധേയമായ തിരഞ്ഞെടുപ്പാക്കി മാറ്റുന്നു. ഇന്ത്യൻ ബാങ്കിംഗ് മേഖല വികസിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ വിപണിയിലെ ഒരു മുൻനിര സ്റ്റോക്ക് എന്ന നിലയിലുള്ള അതിന്റെ സ്ഥാനം കൂടുതൽ ഉറപ്പിച്ച് സാമ്പത്തിക ഉൾപ്പെടുത്തലിലും സാമ്പത്തിക വളർച്ചയിലും ICICI ബാങ്ക് ഒരു പ്രധാന പങ്ക് വഹിക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യൻ സാമ്പത്തിക മേഖലയുമായി സമ്പർക്കം പുലർത്താൻ ആഗ്രഹിക്കുന്ന നിക്ഷേപകർക്ക് ICICI ബാങ്കിനെ ദീർഘകാല വളർച്ചയ്ക്കും മൂല്യനിർമ്മാണത്തിനുമുള്ള അടിസ്ഥാന സ്റ്റോക്കായി ആത്മവിശ്വാസത്തോടെ പരിഗണിക്കാം. കൺക്ലൂഷൻ. HDFC ലൈഫ് ഇൻഷുറൻസ്, ICICI ബാങ്ക്, ശ്രീറാം ഫിനാൻസ് തുടങ്ങിയ ലാർജ് ക്യാപ് സ്റ്റോക്കുകളിൽ നിക്ഷേപിക്കുന്നത് ദീർഘകാല വളർച്ചയ്ക്കുള്ള മികച്ച തന്ത്രമാണ്. HDFC ലൈഫ് ഇൻഷുറൻസ് അതിന്റെ ശക്തമായ വിപണി സാന്നിധ്യത്തിനും സ്ഥിരമായ സാമ്പത്തിക പ്രകടനത്തിനും വേറിട്ടു നിൽക്കുന്നു. ഇത് ഇന്ത്യയിൽ വർദ്ധിച്ചുവരുന്ന ഇൻഷുറൻസ് നുഴഞ്ഞുകയറ്റത്തിൽ നിന്ന് പ്രയോജനം നേടുന്നതിന് മികച്ച സ്ഥാനം നൽകുന്നു. ഏറ്റവും വലിയ സ്വകാര്യ മേഖലാ ബാങ്കുകളിൽ ഒന്നായ ICICI ബാങ്ക് ശക്തമായ ബാലൻസ് ഷീറ്റും വൈവിധ്യമാർന്ന വരുമാന സ്ട്രീമുകളും ഉൾക്കൊള്ളുന്നു. വികസിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയ്ക്കിടയിൽ വളർച്ചയ്ക്ക് അനുകൂലമായ സ്ഥാനം നൽകുന്നു. അതേസമയം വാഹന, MSME ധനസഹായം എന്നിവയിൽ ശ്രീറാം ഫിനാൻസിന് ഒരു പ്രധാന സ്ഥാനമുണ്ട്. ഇത് ക്രെഡിറ്റ് റിസ്കുകൾക്കിടയിലും ശക്തമായ വളർച്ചാ സാധ്യത വാഗ്ദാനം ചെയ്യുന്നു.
മൊത്തത്തിൽ ഈ സ്റ്റോക്കുകൾ ദീർഘകാല നിക്ഷേപത്തിന് സമതുലിതമായ സമീപനം നൽകുന്നു. താങ്ക് യു.